പ്രമാദമായ മലപ്പുറം മങ്കട സദാചാരക്കൊലക്കേസിൽ 5 പ്രതികൾക്കും ജീവപര്യന്തം കഠിന തടവ്. മഞ്ചേരി അഡീഷണൽ ജില്ലാ സെഷൻസ് കോടതി ജഡ്ജി എം തുഷാറാണ് ശിക്ഷാവിധി പ്രസ്താവിച്ചത്. 1 മുതൽ 5 വരെയുള്ള പ്രതികൾ ജീവപര്യന്തം കഠിന തടവ് അനുഭവിക്കണം. 85,000 രൂപ പിഴയും നൽകണം. പിഴത്തുക കൊല്ലപ്പെട്ട നസീർ ഹുസൈന്റെ അവകാശികൾക്ക് നൽകണമെന്നും മഞ്ചേരി അഡീഷണൽ ജില്ലാ സെഷൻസ് കോടതി ഉത്തരവിട്ടു. 2016 സുഹൃത്തായ യുവതിയുടെ വീട്ടിൽ പോയ യുവാവ് അതിക്രൂരമായി കൊല്ലപ്പെട്ടത്. ഒന്നാം പ്രതി ഷറഫുദ്ദീൻ, 2ാം പ്രതി അബ്ദുൾ ഗഫൂർ, 3ാം പ്രതി അബ്ദു നാസർ, 4ാം പ്രതി സക്കീർ ഹുസൈൻ, 5ാം പ്രതി മുഹമ്മദ് സുഹൈൽ എന്നിവർക്കാണ് ജീവപര്യന്തം കഠിന തടവ് കോടതി വിധിച്ചത്. ശിക്ഷാവിധിയിൽ പൂർണ്ണ തൃപ്തിയെന്ന് നസീറിന്റെ സഹോദരൻ നവാസ് പറഞ്ഞു. എന്ത് ഭീഷണി ഉണ്ടായാലും 2016 മുതൽ 2026 വരെ ഈ കേസിൻ്റെ പിന്നാലിന് ഈ കേസിൻ്റെ കൂടെ ഒരു മണി പോലും ബാക്ക് വലിക്കാതെ മുന്നോട്ട് ചലഞ്ചായിട്ട് കൊണ്ടുപോയിട്ടുണ്ട്. കേസ് പ്രതീക്ഷ നീതി ലഭിച്ചിട്ടുണ്ട്. ജീവപര്യന്തം കഠിന തടവിന് ശിക്ഷിച്ച 5 പ്രതികളും കൊലപാതകം, വീട്ടിൽ അതിക്രമിച്ചു കയറൽ, ആൾക്കൂട്ട മർദ്ദനം എന്നീ കുറ്റങ്ങൾ ചെയ്തതായി കോടതി കണ്ടെത്തി. 3ഉം 5ഉം പ്രതികൾക്ക് തെളിവ് നശിപ്പിച്ചതിന് 2 വർഷത്തെ അധിക കഠിന തടവ് കൂടി വിധിച്ചിട്ടുണ്ട്. ശിക്ഷ ഒന്നിച്ചനുഭവിച്ചാൽ മതി. ആൾക്കൂട്ടക്കൊല, ഭീകരവാദം എന്നിവയ്ക്ക് സമാനമാണ് നസീർ ഹുസൈൻ കൊലക്കേസെന്ന് മഞ്ചേരി അഡീഷണൽ ജില്ലാ സെഷൻസ് കോടതി നിരീക്ഷിച്ചു. വിറകുകൊള്ളി ഉൾപ്പെടെ കയ്യിൽ കിട്ടിയ ആയുധങ്ങളുമായി ആക്രമിക്കുകയും മരണം ഉറപ്പുവരുത്തുന്നതുവരെ ശരീരത്തിന് കാവലിരിക്കുകയും ചെയ്തത് ക്രൂരമായ മാനസികാവസ്ഥ വെളിവാക്കുന്നതാണെന്നും കോടതി പറഞ്ഞു. ആ വീട്ടിൽ അതിക്രമിച്ച് കയറി കയ്യേറ്റം ചെയ്ത് ക്രൂരമായ വിധത്തിൽ അടിച്ചു കൊലപ്പെടുത്തി. അത് വളരെ നിഷ്ഠൂരമായിട്ട് ആണ് കണക്കാക്കേണ്ടതും. സുപ്രീം കോടതി വിധി അനുസരിച്ച് ഇത് ടെററിസമായിട്ട് പോലും കണക്കാക്കേണ്ട ഒരു വിഷയമാണെന്ന് ബഹുമാനപ്പെട്ട കോടതി കണ്ടെത്തിയിട്ടുണ്ട്. വെള്ളം കൊടുക്കാതെയും ആശുപത്രിയിൽ കൊണ്ടുപോകാൻ പോലും അനുവദിക്കാതെയും ഇവരുടെ പ്രവൃത്തി കൃത്യമായിട്ട് കൊലപാതകത്തിന് ഉദ്ദേശിച്ചിട്ടുള്ളതാണെന്നാണ് കോടതി നിരീക്ഷിച്ചിരിക്കുന്നത്. ഈ കേസിലെ എല്ലാ ശാസ്ത്രീയമായ തെളിവുകളും മറ്റ് ഡിജിറ്റൽ തെളിവുകളും വിറ്റ്നസ് ശരിയായ രീതിയിൽ കോടതിയിൽ വന്ന് മൊഴി നൽകിയതിൻ്റെയൊക്കെ അടിസ്ഥാനത്തിൽ നമ്മൾ 8 പേർക്കും ശിക്ഷ പ്രതീക്ഷിച്ചിരുന്നു. പക്ഷേ 5-6 പ്രതികളെ വെറുതെ വിട്ടിരിക്കുന്നു. 6-7-8 പ്രതികളെ വെറുതെ വിടുകയാണ് ചെയ്തത്. അത് കോടതിയിൽ സാക്ഷി മൊഴികളുടെയും തെളിവുകളുടെയും അതിൻ്റെ ബലം അല്ലെങ്കിൽ അതിൻ്റെ ക്രെഡിബിലിറ്റി അനുസരിച്ചാണ് അവരെ വെറുതെ വിട്ടത്. അത് കോടതിയുടെ വിധിയെ മാനിക്കുന്നു. അത് ബാക്കി നടപടികൾ കോടതിയുടെ നമ്മുടെ ജഡ്ജ്മെൻറ്റ് ലഭിച്ചതിന് ശേഷം പരിശോധിക്കുന്നതാണ്. ജൂൺ 28 കൊലപാതകം നടന്നത്. സുഹൃത്തായ യുവതിയുടെ വീട്ടിൽ പോയ നസീർ ഹുസൈനെ പ്രതികൾ കൂട്ടം കൂടി അടിച്ചു കൊല്ലുകയായിരുന്നു. 40ഓളം സാക്ഷികളെ ഇരുഭാഗത്തു നിന്നായി കോടതിയിൽ വിസ്തരിച്ചിരുന്നു. കേസിൽ 3 പേരെ കോടതി വെറുതെ വിട്ടു. 1ാം പ്രതിയുടെ ഫോണിൽ പകർത്തിയിരുന്ന മർദ്ദന ദൃശ്യങ്ങൾ ഡിലീറ്റ് ചെയ്തെങ്കിലും ഫോറൻസിക് പരിശോധനയിൽ അത് വീണ്ടെടുക്കാനായത് കേസിൽ നിർണായകമായി. ന്യൂസ് മലയാളം, മലപ്പുറം.